ഗോ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ നമ്മുടെ കൂടെ ഉള്ള ആളെ ഇന്ന് മുഴുവൻ കേട്ടിട്ട് വേണം പോകാൻ. ചിലപ്പോൾ ജീവിതം സെറ്റാവും, ചിലപ്പോൾ സ്വന്തം ജോലി സെറ്റാവും, ചിലപ്പോൾ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ മാറും, പുതിയൊരു ഇൻഫർമേഷനും ഇൻസൈറ്റും കിട്ടും. ആൻഡ് ടുഡേ ഓൺ ദിസ് വേൾഡ് ഒക്യുപേഷണൽ തെറപ്പി ഡേ നമ്മുടെ കൂടെ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ ജോസഫ് സണ്ണി. ഞാനൊരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ്. ഈ ഒക്യുപേഷണൽ തെറപ്പി തന്നെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഞാൻ ഒക്യുപേഷൻ തെറപ്പി ഈ കോഴ്സിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ എന്റെ ഒത്തിരി റിലേറ്റീവ്സ് US ഉണ്ടായിരുന്നു. 1996 ഇത് ഭയങ്കരമായിട്ട് ഒത്തിരി അവയർനെസ് ഇവിടെ ഇല്ല. US ഇപ്പോഴും ഇല്ല. അപ്പൊ അന്ന് US ഇത് നല്ല കോഴ്സാണെന്ന് പറഞ്ഞ് ഡാഡി പറഞ്ഞ് കോഴ്സ് പഠിക്കും, അപ്പൊ നിനക്ക് US പോയി സെറ്റിൽ ആവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് പോയത്. അപ്പൊ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചൊരു അത്യാവശ്യം ഉഴപ്പും പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയും നാട് കടത്തണം. അങ്ങനെയാണ് ചെന്നൈയിൽ SRM മെഡിക്കൽ കോളേജിൽ ഈ കോഴ്സ് പഠിക്കാൻ പോയത്. അപ്പൊ പഠിക്കാൻ പോയി 4 വർഷത്തെ കോഴ്സാണ്. അപ്പൊ 4 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കയറി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും ഡോക്ടേഴ്സിനും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പീഡിയാട്രിക്സിലാണ്, കുട്ടികളിലായിരുന്നു. ഓട്ടിസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേയുള്ള കുട്ടികളിലാണ് വർക്ക് ചെയ്തത്. ഇങ്ങനെ ഉള്ള കുട്ടികൾ എസ്പെഷ്യലി പേരൻസ് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ഇവർ പല സ്ഥലത്താണ് പോകുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഡിലേ ഉണ്ടെങ്കിൽ ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് കാണാൻ ഒരു സ്ഥലത്ത് വരണം, ഫിസിയോതെറപ്പിസ്റ്റിനെ കാണാൻ വേറെ സ്ഥലത്ത്, ഡോക്ടറെ കാണാൻ വേറെ സ്ഥലത്ത്, സ്പീച്ച് തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഇതൊരു ഓൾ അണ്ടർ വൺ റൂഫിലുള്ള കോൺസെപ്റ്റിലേക്ക് ആക്കുകയാണെങ്കിൽ ഈ പേരൻസിന് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഞാൻ അങ്ങനെ തുടങ്ങുന്നത്, ചെന്നൈ തുടങ്ങുന്നത്. അതിന് പേര് പെബിൾസ് എന്നാണ്. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനെ പിന്നെ റെഗുലർ സ്കൂളിൽ എടുക്കത്തില്ല, അപ്പോൾ അവനെ സ്പെഷ്യൽ സ്കൂളിൽ വിടും. അപ്പം നമുക്ക് ഈ കുട്ടികളെ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒക്യുപേഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒക്യുപേഷൻ, അപ്പം അത് ഉണ്ടായി വീഴുന്ന കുഞ്ഞു മുതൽ ഒരു പ്രായമായ ആൾക്ക് വരെ ഒക്യുപേഷൻ ഉണ്ട്. അപ്പം ഒക്യുപേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ കരയുക, അമ്മയുടെ മുലപ്പാൽ കുടിക്കുക, അതാണുള്ള മെയിൻ ജോബ്. അപ്പം അതിൽ നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാവും, പ്രീ ടൈം ഓർ ഹൈ റിസ്ക് ബേബീസ്. അപ്പം അവർക്ക് മസിൽ ടോൺ കുറവായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും, അവരുടെ റിഫ്ലെക്സസ് ഒക്കെ ഭയങ്കര ഡിലേഡ് ആയിരിക്കും. 800 gram ഉള്ള കുട്ടിക്കും നമുക്ക് തുടങ്ങാൻ പറ്റും ഈ ഒക്യുപേഷൻ തെറപ്പി. ന്യൂറോ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതായത് അപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ 7-8 വയസ്സൊക്കെ ആണെങ്കിൽ അവരുടെ മെയിൻ ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്, അക്കാഡമിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ നമുക്ക് ഒക്യുപേഷൻ തെറപ്പി കൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മുതിർന്നവരെ നോക്കുകയാണെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി, സ്ട്രോക്ക് ഒക്കെ വരുവാണെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കയ്യിലൊന്ന് കത്തിയോണ്ട് മുറിഞ്ഞാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അഡാപ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ഡെയിലി ഒക്യുപേഷനായ ഇപ്പോൾ ബ്രഷിങ്, ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ ഹെയർ കോംബ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അഡാപ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അവരെ സെയിം ജോബിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അത് നോക്കും. പറ്റുന്നില്ലെങ്കിൽ അഡാപ്റ്റേഷൻ കൊടുത്ത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അവർക്ക് ചിലപ്പോൾ മൗസ് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അതിന് അഡാപ്റ്റേഷൻ കൊടുക്കാൻ പറ്റും. സ്പൂൺ മോഡിഫൈ ചെയ്യാൻ പറ്റും, അവരുടെ വർക്ക് എൻവയറമെന്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും, തിരിച്ച് അവരുടെ ജോലിയിലേക്ക് കൊണ്ടുവരിക. അതാണ് ഒക്യുപേഷൻ തെറപ്പിയിൽ നമ്മുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് മെന്റൽ ഹെൽത്തിലേക്ക് വരുവാണെങ്കിൽ, സൈക്കാട്രിയിൽ വരുവാണെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ, ഡിപ്രഷൻ ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ സൈക്കോസിസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഡിപ്പെൻഡ് ആയിട്ട് പേഷ്യൻസ്, ഇപ്പോൾ ഇവർക്ക് അവരുടെ ഡെയിലി ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. ഡിപ്രഷൻ ആയിട്ടുള്ള പേഷ്യന്റ് എപ്പോഴായിരിക്കും അവരെപ്പോഴും അവർ ഗ്ലൂമി ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി അനാലിസിസ് ചെയ്യുക, നേരത്തെ ചെയ്തുകൊണ്ട് ജോലിയിലേക്ക് അവർ പോകാൻ പറ്റുമോ, ആ പേഷ്യന്റിനെ ആസ് എ ഹോളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അയാൾക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം റൺ ചെയ്യാൻ പറ്റുമോ, പഴയ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് നോക്കുന്നത്. ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ ഒരു ആവശ്യം വരാം? എപ്പോഴാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എർഗണോമിക്സ് കേട്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇരിക്കുന്ന സമയത്ത് നട്ടല് നിവർന്നിരിക്കണം. നമ്മളൊരു ഏത് കാര്യം ചെയ്താലും നമുക്ക് ആ ഒരു നമ്മുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ എർഗണോമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. സാധാരണ ഒരാൾ ബാക്ക് പെയിൻ വരുമ്പോഴാണ് ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഫിസിയോതെറപ്പി ചെയ്യുക, പെയിൻ മാനേജ്മെന്റ് ചെയ്യുക. പക്ഷേ ലോങ് റണ്ണിലേക്ക് അത് അവരുടെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആണോ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടാവുള്ളൂ. ഒക്യുപേഷൻ തെറപ്പി അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഒക്യുപേഷൻ തെറപ്പി അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ ആണ് ഈ ഫർണിച്ചർ സർട്ടിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലേക്കും ഫർണിച്ചേഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. അതായത് നമ്മൾ ISROയിൽ സയന്റിസ്റ്റ് ഇരിക്കുന്ന ചെയർ വരെ ഞങ്ങളുടെ അസോസിയേഷൻ സർട്ടിഫൈ ചെയ്താണ്. കാരണം വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ആൾക്ക് ഒരു ഇഞ്ചുറി വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ലെവൽ മാനേജർ ഒരാളായിരിക്കുന്ന ആൾ, അയാൾക്കൊരു ബാക്ക് പെയിൻ ആയിട്ട് അവർ 2 വീക്സിലേക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് ലോസ് ആണ്. പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് പിന്നെയും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും, അയാൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ട്. അതായത് നമുക്ക് മൗസ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രോപ്പർ പൊസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ നെർവ് കംപ്രഷൻ ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞാൽ
അവർക്ക് കയ്യിൽ തരിതിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ആ മൂവ്മെന്റ്. അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഈ പൊസിഷന്റെ പ്രോബ്ലമാണ്. അപ്പൊ പലർക്കും ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഒക്യുപേഷണൽ തെറാപ്പി കോഴ്സ്? ഇതൊരു +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമാണ്. നേരത്തെ ഇത് 4.5 വർഷ കോഴ്സായിരുന്നു. ഇപ്പം ഈ വർഷം തൊട്ട് അത് 5 വർഷം കോഴ്സായിട്ട് മാറി. അപ്പൊ അതിന് ഇനി അടുത്ത വർഷം തൊട്ട് നീറ്റ് എക്സാം എഴുതുന്നവർക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ഡോക്ടർന്ന് വെക്കാൻ പറ്റും, പക്ഷേ ബ്രാക്കറ്റിൽ OT എന്ന് എഴുതണം. കേരളത്തിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കോഴ്സ് ഉള്ളത്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രം, നിഷ് എന്ന് പറയും. രണ്ടാമതുള്ളത് NIPMR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, ഇരിഞ്ഞാലക്കുട. 20 സീറ്റ് വെച്ചാണ് അഡ്മിഷൻ ഉള്ളത്. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി കീഴിലാണ് ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. അതെല്ലാം എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ശരിക്കും ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു സംഭവമല്ലേ? അതെ അതെ. ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യാം. അതിൽ പീഡിയാട്രിക്സ് ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, ഓർത്തോപീഡിക്സ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്. അങ്ങനെ അഡ്വാൻസ് കോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പല പ്രോജക്റ്റുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്. ഓട്ടിസത്തിന്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റിലും സെമി ഗവൺമെന്റിലും ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന് സർവീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും. കുറെ കാലമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മടുപ്പ്. ഇവിടെ എങ്ങനെയാണ് ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് ഇൻവോൾവ് ആകാൻ പറ്റുക? അതായത് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ്, അവരുടെ വർക്കും ലീഷറും പ്ലേയും ബാലൻസ്ഡ് ആണോ നമ്മൾ നോക്കാം. അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയിലുള്ള കൺസേൺസ് ആയിരിക്കാം, കോമ്പിറ്റൻസി കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഇൻഡിവിജ്വലി അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരിക്കാൻ കാരണം. അവരുടെ ബോഡി ഡൈനാമിക്സ്, അവരുടെ പൊസിഷനിങ് പ്രോപ്പർ അല്ല. നമുക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് കറക്ഷൻ ചെയ്യാൻ പറ്റും. നേരെ വെച്ചപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരു കൺസേൺസ് ആണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കൗൺസിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് സപ്പോർട്ട് വേണ്ടി വരാം. ഒരു ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു ആസ് എ ഹോൾ ആയിട്ട് നമ്മൾ നോക്കുന്നത്, ഒരു വ്യക്തിയായിട്ടല്ല, അവരുടെ എൻ്റയർ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇരിക്കുന്ന രീതി വരെ, ഫേർണിച്ചർ വരെ ഹെൽത്തിനെ ബാധിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് സ്പേസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആർക്കിടെക്റ്റിന്റെ ഒപ്പം ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൂടി കൺസൾട്ട് ചെയ്യണോ അല്ലേ? അതെ, അത് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓൾറെഡി മാൻഡേറ്ററി ആണ്. അവർക്ക് അല്ലെങ്കിൽ ബിഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ കമ്പനിക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കമ്പനിക്ക് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. കാരണം ഇത് വിദേശ രാജ്യങ്ങളെല്ലാം അത് നിർബന്ധമാണ്. ഇപ്പോൾ ഈ ഒക്യുപേഷൻ തെറാപ്പിക്ക് തന്നെ എന്തുകൊണ്ടാണ് US, UK, കാനഡ ആയുള്ള രാജ്യങ്ങളിൽ അതിന് പ്രചാരം വരാനുള്ള കാരണം അവിടുത്തെ കൾച്ചർ ഡിഫറെന്റ് ആണ്. ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്, 90 വയസ്സായിട്ടുള്ള ആളും സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ റോള് അവിടെ കൂടുതലാണ്. UK ഒരാൾക്ക് ഒരു ഹിപ്പ് ഫ്രാക്ചർ ആയി എവിടെയെങ്കിലും ബാത്റൂമിൽ വീണിട്ട്, അവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന NHS വർക്ക് ചെയ്യുന്നത്, അയാൾ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്. അവിടെ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ പേഷ്യന്റ് വീട്ടിൽ പോയി ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എത്ര പെട്ടെന്നാണ് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ആ പേഷ്യന്റ് നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിറ്റി ലീവിങ് എങ്ങനെയാണ്, എല്ലാം ചെക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം. റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഞാൻ പാരീസിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്, ഫ്രാൻസിൽ. അവിടെ ഒരു ബാത്റൂമിന്റെ ടബ് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. കോർപ്പറേഷനിലൊക്കെ എഞ്ചിനീയർ ഒന്ന് സർട്ടിഫൈ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് സർട്ടിഫൈ ചെയ്യാതെ ആ വീട്ടിൽ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളും പ്ലസ് എൽഡർലി ആൾക്കാർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യേണ്ട പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുട്ടികളെയൊക്കെ നിങ്ങൾ ശരിക്കും ലൈഫിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്കൊരു വില്ലനല്ലേ? അത് വളരെ ഒരു മൈൽ സ്റ്റോണിലേക്ക് എങ്ങനെ കണക്ഷൻ വെച്ചാൽ, ഒരു കുട്ടി സാധാരണ ഞാനൊരു ഏതോ ഒരു പരസ്യം കണ്ടു, ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ തോന്നുന്നു, നാട്ടിൽ ഓടിച്ചാടി നടന്ന കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കിട്ടി, അവന്റെ കഥ തീർന്നു, അവന്റെ കഥ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നടക്കത്തില്ലല്ലോ. തല ഉറക്കണം, കമന്ന് വീഴണം, നീന്തണം, പിന്നെ പിടിച്ചു നിൽക്കണം, പിടിച്ച് നടക്കണം, പിന്നെയാണ് ഓടാൻ പോകുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ പല പല ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കിട്ടുന്ന ഇൻപുട്ടിൽ എല്ലാം കുറയും. മറ്റേ കയ്യിൽ പിടിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ മൊബൈൽ ഫോൺ ആണ്. അതേപോലെ അപ്പം അതുണ്ട് സെൻസറി ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു സെൻസറി ഡിപ്രവേഷൻ അവർക്ക് ഉണ്ടാവും. നമുക്ക് മൂവ്മെന്റ് സെൻസ് ഉണ്ട്, ടച്ച് സെൻസ് ഉണ്ട്, നമുക്ക് വിഷൻ, ഹിയറിംഗ്, അങ്ങനെ പല സെൻസസ് ഉണ്ട്. ഈ സെൻസസ് എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ട ടൈമാണ് ഈ ഇയർലി ആയിട്ടുള്ള സമയം. നീന തന്നെ ഞാൻ കണ്ടൊരു വീഡിയോ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു. ആക്ച്വലി വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഇല്ല, ടൈം. അപ്പൊ നമ്മൾ വെർച്വൽ ഓട്ടിസം നമ്മൾ പറയുന്നത് തന്നെ അധികമായിട്ട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതായത് ഓട്ടിസത്തിന്റെ പോലെ സിമിലർ സിംറ്റംസ് ഉണ്ടാവും. അതായത് അവരുടെ സംസാരം കുറവായിരിക്കും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അവർ ഡിലേ ആയിരിക്കും, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ അവർക്ക് വരും, സംസാരം പുറകിലായിരിക്കും. നമ്മൾ അതിനെ വെർച്വൽ ഓട്ടിസം തന്നെ വിളിക്കാം. പക്ഷെ അത് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന സംഭവം നമുക്ക് ക്യൂർ ചെയ്തെടുക്കാം. ആൽക്കഹോൾ കഴിക്കുന്ന ഒരാൾക്ക് ഹാങ്ങർ ഉണ്ടാകുന്ന പോലെ ഒരു ദിവസമല്ല, ഇതൊരു 6 മാസത്തേക്ക് കാണും. ഇവർക്ക് ഇതിനകത്തേക്ക് ഒരു അഡിക്ഷൻ ആയ ശേഷം അത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഈസ് ഈക്വൽ ടു ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ തന്നെയാണ്. പക്ഷെ അത് ഒരു ദിവസം 2 ദിവസമല്ല, ഒരു മിനിമം ഒരു 3 to 6 months എങ്കിലും എടുക്കും. അപ്പോൾ ഈ ഒക്യുപേഷൻ തെറാപ്പി ഡേക്ക് 1 monthലേക്ക് ഒക്യുപേഷൻ തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആർക്കും, അത് കുട്ടികളും മുതിർന്ന ആൾക്കാർക്ക് വരെ നമ്മൾ ഫ്രീ ആയിട്ടൊരു അസസ്മെന്റും ഗൈഡൻസും 1 monthലേക്ക് October 27th മുതൽ November 27th വരെ നമ്മൾ പാലാരിവട്ടത്ത് പ്രയത്നത്തിൽ കൊടുക്കുന്നുണ്ട്. ഒക്യുപേഷൻ തെറാപ്പിയിൽ ജസ്റ്റ് ഒരു അസസ്മെന്റ് മാത്രമല്ല, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പേരന്റിനെ പഠിപ്പിക്കും. ഫ്രീ ആകുന്നത് വലിയൊരു അനുഗ്രഹം. ചില പേരന്റ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തെറാപ്പി കൊടുക്കുന്നത്.
പേരൻസിന് വേണമെങ്കിൽ വരാന്നല്ലേ. യെസ് എനിബഡി ക്യാൻ കം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഹാപ്പി ഒക്യുപേഷണൽ തെറപ്പി ഡേ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അനലൈസ് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം എവിടെയാണ് നമ്മുടെ ലൈഫിൽ ഇതിന്റെ ഒരു പ്രസക്തി എന്നുള്ളതെന്നല്ലേ. യെസ്, അപ്പൊ ടൈം പാസുമായിട്ട് കൂടെ ഞാനാണ് നീന. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.